നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം മനുഷ്യന്റെ സാധാരണ ജീവിതത്തെ പോലും മാറ്റിമറിച്ചു. മനുഷ്യൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സാഹചര്യങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത് പോലും. എന്നാൽ ഇതാ മറ്റൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2011 സുനാമിയിൽ നിലച്ചുപോയ 100 വർഷം പഴക്കമുള്ള ജപ്പാനീസ് ക്ലോക്ക് ഈ വർഷമുണ്ടായ മറ്റൊരു ഭൂകമ്പത്തിൽ വീണ്ടും മണിയടിച്ചു തുടങ്ങിയതായി റിപ്പോർട്ട്. 2011 മാർച്ചിൽ ജപ്പാനിലെ വടക്ക് കിഴക്കൻ തീരത്തുണ്ടായ സുനാമിയിൽ വൻ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. ഭൂകമ്പത്തെ തുടർന്നുണ്ടായ സുനാമിയിൽ 18,000-ലധികം ജനങ്ങൾ മരിച്ചു. അന്ന് നിലച്ചുപോയ ക്ലോക്കാണ് ഇപ്പോൾ വീണ്ടും തനിയെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. മിയാഗി പ്രവിശ്യയിൽ യമാമോട്ടോയിലെ ഫുമോഞ്ചി ബുദ്ധക്ഷേത്രത്തിലെ ക്ലോക്കാണ് ഇപ്പോൾ വിസ്മയമായിരിക്കുന്നത്. അന്നത്തെ സുനാമിയിൽ പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. ഇതേ തുടർന്ന് ക്ലോക്കിന്റെ ഉടമ ബെൻസൺ സ്കാനോ തകർന്ന ക്ലോക്ക് ശരിയാക്കാൻ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചിരുന്നില്ല. എന്നാൽ നീണ്ട 10 വർഷത്തിന് ശേഷം 2021 ഫെബ്രുവരിയിൽ ഈ പ്രദേശത്ത് മറ്റൊരു ഭൂകമ്പത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ ഘടികാരം തനിയെ പ്രവർത്തിക്കാൻ തുടങ്ങിയതായി റിപ്പോർട്ട്. 2011 അവസാനിച്ച സമയം 10 വർഷം വൈകിയാണെങ്കിലും ചലിച്ചു തുടങ്ങിയത് പ്രദേശവാസികൾക്ക് അത്ഭുതമായി തീർന്നിരിക്കുന്നു. തീരത്ത് നിന്ന് 100 മീറ്റർ അകലെയുള്ള ക്ഷേത്രത്തിലും സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചിരുന്നു. അന്ന് ക്ഷേത്രത്തിന്റെ തൂണുകളും മേൽക്കൂരയും മാത്രമാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ദുരന്തത്തിന് ശേഷം ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതനും ക്ലോക്കിന്റെ ഉടമയുമായ ബെൻസൺ സ്കാനോ അവശിഷ്ടങ്ങളിൽ നിന്ന് പഴയ ഘടികാരം പുറത്തെടുത്ത് ശരിയാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം വെറുതെയായിരുന്നു. ഈ വർഷം ഫെബ്രുവരി 13 ഇതേ പ്രദേശത്ത് മറ്റൊരു ശക്തമായ ഭൂകമ്പവും ഉണ്ടായിരുന്നു. പിന്നാലെ സുനാമി മുന്നറിയിപ്പും നൽകി. പിറ്റേന്ന് രാവിലെ സ്കാനോ തന്റെ ദിനചര്യയിൽ തുടരുന്നതിനിടയിൽ ഒരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ 10 വർഷം മുമ്പ് നിലച്ചുപോയ ക്ലോക്ക് വീണ്ടും തനിയെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സംഭവം രാജ്യാന്തര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ ആശങ്കയും പരക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.